പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്നതും അതുപോലെ തന്നെ എണ്ണയിലൊന്നും മുക്കിപ്പൊരിക്കാതെ തയ്യാറാക്കിയതുമായിട്ടുള്ള പലഹാരമാണ് നിങ്ങൾക്ക് ഇഷ്ടമെങ്കിൽ ഈ ഒരു റെസിപ്പി നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടാവും. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഈ ഒരു പലഹാരം എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ആദ്യം തന്നെ ഇതിൻ്റെ കവറിംഗ് ആണ് തയ്യാറാക്കി എടുക്കാൻ വേണ്ടി പോകുന്നത്. അതിനായിട്ട് ഒരു ബൗളിലേക്ക് 1.5 കപ്പ് വറുത്ത അരിപ്പൊടിയാണ് എടുത്തിരിക്കുന്നത്. വറുത്ത നല്ല ഫൈൻ ആയിട്ടുള്ള അരിപ്പൊടി വേണം ഉപയോഗിക്കാൻ വേണ്ടിയിട്ട്. ഇതിപ്പോൾ സൂപ്പർ മാർക്കറ്റിൽ നിന്നും പത്തിരിപ്പൊടി എന്നൊക്കെ പറഞ്ഞിട്ടാണ് ആ ഒരു പൊടിയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. 1.5 കപ്പ് ഇട്ടിട്ടുണ്ട്. അതിലേക്ക് ഏകദേശം 3/4 ടീസ്പൂണോളം ഉപ്പ് ചേർത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു അരപ്പിൻ്റെ ആവശ്യമായിട്ടുണ്ട്. അതിനായിട്ട് മിക്സറിൻ്റെ ജാറിലേക്ക് ഞാനിവിടെ 3/4 കപ്പ് തേങ്ങ ചിരകിയതാണ് ചേർത്തത്. ഇതിൻ്റെ കൂടെ തന്നെ 8ഓളം ചെറിയ ഉള്ളി ചേർത്തിട്ടുണ്ട്. ഒരു 1/4 ടീസ്പൂൺ സാധാരണ ജീരകമാണ് ഞാനിവിടെ ചേർത്തത്. എല്ലാം കൂടെ ചേർത്ത് വെള്ളമൊന്നും ചേർക്കാതെ ഒന്ന് ചെറുതായിട്ട് ഒതുക്കിയെടുക്കാം. ഇതുപോലെ ഒന്ന് ഒതുക്കിയെടുത്താൽ മാത്രം മതി, ഒരുപാട് അരച്ചെടുക്കേണ്ട ആവശ്യമില്ല. ഈ ഒരു മിക്സ് നമ്മൾ നേരത്തെ എടുത്തു വെച്ചിരിക്കുന്ന അരിപ്പൊടിയിലേക്ക് മുഴുവനായിട്ടും തന്നെ ചേർത്ത് കൊടുക്കാം. ഈ ഒരു കൂട്ട് അരിപ്പൊടിയുടെ എല്ലാ ഭാഗത്തേക്ക് എത്തുന്ന രീതിക്ക് ആദ്യം നല്ലപോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അതിനുശേഷം വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് കുഴച്ചെടുക്കാം. ഇതിപ്പോൾ ഞാനിവിടെ നന്നായിട്ട് തന്നെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുത്തിട്ടുണ്ട്. നല്ല തിളച്ച വെള്ളം ഉപയോഗിച്ച് വേണം ഈ ഒരു കൂട്ട് കുഴച്ചെടുക്കാൻ വേണ്ടിയിട്ട്. കുറച്ചായിട്ട് വെള്ളം ചേർത്ത് കൊടുക്കാം. വെള്ളത്തിൻ്റെ അളവ് ഞാൻ അവസാനം പറഞ്ഞു തരാം. എങ്കിൽ കൂടി വെള്ളത്തിൻ്റെ അളവ് നമ്മൾ ഉപയോഗിക്കുന്ന പൊടിയുടെ വ്യത്യാസമൊക്കെ അനുസരിച്ച് അങ്ങോട്ടോ ഇങ്ങോട്ടൊക്കെ ആവാം. അപ്പോൾ നിങ്ങൾ കുറച്ചായി മാത്രം ചേർത്ത് ഈ ഒരു കൂട്ട് തയ്യാറാക്കിയെടുക്കുക. ഇത് കുഴച്ചെടുക്കാനായിട്ട് എനിക്കിവിടെ ഏകദേശം 1 കപ്പ് ചൂടുവെള്ളമാണ് ആവശ്യമായിട്ട് വന്നത്. ഇതുപോലെ കുഴഞ്ഞൊരു കൂട്ടായി വരുന്നത് വരെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അതിനുശേഷം കൈ ഉപയോഗിച്ച് നല്ലപോലെ തന്നെ കുഴച്ചെടുക്കുക. കൈ ഉപയോഗിച്ച് കുഴച്ചെടുക്കുമ്പോൾ മാത്രമേ നമുക്ക് ആ ഒരു കറക്റ്റ് പാകത്തിനായോ എന്ന് മനസ്സിലാവുള്ളൂ. ഇതുപോലെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കൂട്ട് തയ്യാറാക്കിയെടുക്കാം. ഇതിപ്പോൾ പാകത്തിന് റെഡി ആയിട്ടുണ്ട്. ഇതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വയ്ക്കാം. ആ ഒരു സമയത്ത് ഇതിൻ്റെ ഫില്ലിംഗ് തയ്യാറാക്കിയെടുക്കാം. അതിനായിട്ട് ഞാനിവിടെ ഒരു പാനിലേക്ക് 1.5 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ ഇതിലേക്ക് ഒരു സവാള ചെറുതായിട്ട് അരിഞ്ഞതും 2 പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞതും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. സവാള അല്പം വലിയ സവാളയാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. അത് നല്ല കനം കുറച്ചാണ് അരിഞ്ഞെടുത്തിരിക്കുന്നത്. ഇതാദ്യം ഒന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കാം. ആ ഒരു സവാളയൊക്കെ ഒന്ന് ചെറുതായിട്ട് വാടി വരുന്നത് വരെ മാത്രം ആദ്യം ഒന്ന് വഴറ്റിയെടുത്തിട്ടുണ്ട്. അതിനുശേഷം ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ചതച്ചിട്ട് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി ആ ഒരു ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയൊക്കെ പച്ചമണം നന്നായിട്ട് മാറി ആ ഒരു സവാളയുടെ കളർ ലൈറ്റ് ഗോൾഡൻ ബ്രൗൺ കളർ ആകുന്നത് വരെയാണ് വഴറ്റിയെടുക്കേണ്ടത്. ഇതിപ്പോൾ പാകത്തിന് റെഡി ആയിട്ടുണ്ട്. ഈ ഒരു പാകത്തിനായി വരുമ്പോൾ ഇതിലേക്ക് മസാലകൾ ചേർക്കാം. ഞാനിവിടെ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്തിട്ടുണ്ട്. 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ നല്ല എരിവുള്ള മുളക് പൊടിയും 3/4 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും 3/4 ടീസ്പൂൺ ചിക്കൻ മസാലയും ചേർത്തിട്ടുണ്ട്. അതിനുശേഷം ഈ ഒരു മസാലയുടെയൊക്കെ പച്ചമണം നന്നായിട്ട് മാറുന്നത് വരെ നന്നായിട്ട് തന്നെ ഒന്ന് വഴറ്റിയെടുക്കാം. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വഴറ്റിയെടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. അല്ലാന്നുണ്ടെങ്കിൽ മസാല കരിഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട്. ഇതിപ്പോൾ ദാ നന്നായിട്ട് തന്നെ ഞാനിവിടെ വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് ചിക്കനാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇതിപ്പോൾ 150 ഗ്രാം ചിക്കനാണ്. വേവിച്ച് കഴിഞ്ഞതിന് ശേഷമുള്ള അളവാണ് 150 ഗ്രാം. ഇത് ഞാൻ മഞ്ഞൾപ്പൊടിയും ഉപ്പും കുരുമുളക് പൊടിയും ഇട്ട് ആദ്യം ഒന്ന് കുക്കറിൽ നന്നായിട്ട് വേവിച്ച് മിക്സറിൻ്റെ ജാറിലിട്ട് ഒന്ന് പൊടിച്ചെടുത്തിരിക്കുന്നതാണ്. അതും കൂടെ ചേർത്ത് നല്ലപോലെ തന്നെ ഒന്ന് യോജിപ്പിച്ചെടുക്കാം. നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന മസാലയൊക്കെ ആയിട്ട് നന്നായിട്ട് യോജിച്ച് വരണം. ചിക്കൻ വേവിച്ചപ്പോൾ കിട്ടിയ ആ ഒരു വെള്ളം കൂടെ ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾ ഫ്രൈ ചെയ്തെടുക്കുന്നതാണെങ്കിൽ ഈ ഒരു വെള്ളത്തിൻ്റെ ആവശ്യം വരില്ല. ഇതിപ്പോൾ ഞാൻ കുക്കറിലിട്ട് വേവിച്ചപ്പോൾ കിട്ടിയ വെള്ളമാണ്. അതും കൂടെ ചേർത്തിട്ടുണ്ട്. നല്ല ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട് സഹായിക്കും. എല്ലാം കൂടെ നന്നായിട്ട് തന്നെ ഞാനിവിടെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് 3/4 കപ്പ് തേങ്ങ ചിരകിയതാണ്. ഈ ഒരു മസാലയിലേക്ക് നമ്മൾ എന്തായാലും തേങ്ങ ചിരകിയത് ചേർക്കണം. നമ്മളിന്ന് തയ്യാറാക്കുന്നത് ഉണ്ടപ്പുട്ടാണ്. ഉണ്ടപ്പുട്ടിൻ്റെ ഫില്ലിങ്ങിൽ നമ്മൾ തേങ്ങ ചിരകിയത് എന്തായാലും ചേർത്ത് കൊടുക്കണം. അപ്പോൾ 3/4 കപ്പ് തേങ്ങ ചിരകിയതും കൂടെ ചേർത്ത് ഞാനിവിടെ നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഉപ്പൊക്കെ നോക്കിയിട്ട് പാകത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ചിക്കൻ വേവിച്ചപ്പോൾ ഉപ്പ് ഇട്ടതുകൊണ്ട് തന്നെ ഞാനിവിടെ കുറച്ച് ഉപ്പ് മാത്രമേ ചേർത്തിട്ടുള്ളൂ. ഒരു 1/4 ടീസ്പൂൺ കുരുമുളക് പൊടിയും കുറച്ച് മല്ലിയില ചെറുതായിട്ട് അരിഞ്ഞതും കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ ഫില്ലിംഗ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ഫില്ലിംഗാണിത്. ഇനി നമ്മളുടെ കൂട്ട് ആ ഒരു ഫില്ലിംഗ് തയ്യാറാക്കിയെടുക്കുന്ന അത്രയും സമയം ഞാനിവിടെ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെച്ചിരുന്നു. ഇനി ഇത് ചെറിയ ഉരുളകളാക്കിയിട്ട് മാറ്റിയെടുക്കാം. ഞാനിപ്പോൾ ഇവിടെ ഒരു മീഡിയം വലുപ്പത്തിലുള്ള ഉരുളകളാണ് തയ്യാറാക്കിയെടുത്തിരിക്കുന്നത്. ഈ ഒരു വലുപ്പത്തിലുള്ള 9 ഉരുളകളാണ് നമുക്ക് ആ ഒരു കൂട്ട് ഉപയോഗിച്ച് തയ്യാറാക്കി എടുക്കാൻ വേണ്ടി പറ്റുക. ഇനി ഇതെങ്ങനെയാണ് ഷേപ്പ് ചെയ്തെടുക്കുന്നതെന്ന് നോക്കാം. ആദ്യം ഒരു ഉരുളി എടുത്ത് കയ്യിൽ വെച്ച് നന്നായിട്ട് ഉരുട്ടിയെടുത്തതിന് ശേഷം അതിൻ്റെ നടുഭാഗം വെച്ച് എഡ്ജസ് മാത്രം, അതിൻ്റെ അരികുകൾ മാത്രം ഒന്ന് പരത്തിയെടുക്കാം. നടുഭാഗം ഒരല്പം കട്ടിയായിട്ട് വേണം ഇരിക്കാൻ വേണ്ടിയിട്ട്. അതിൻ്റെ ആ ഒരു അരികുകൾ മാത്രം പ്രസ് ചെയ്ത് ഈ ഒരു ഷേപ്പിലേക്ക് ആക്കിയെടുക്കാം. അതിനുശേഷം ഇതിൻ്റെ സെൻറ്ററിലേക്കായിട്ട് ഫില്ലിങ് വെച്ച് കൊടുക്കാം. ഞാനിവിടെ ഏകദേശം 2 ടേബിൾ സ്പൂണോളം ഫില്ലിങ് വെച്ച് കൊടുത്തിട്ടുണ്ട്. എത്രയാണോ
വെക്കാൻ പറ്റുക ആ ഒരു പാകത്തിന് മാത്രം വെച്ചാൽ മതി. എന്നിട്ട് ആ ഒരു ഫില്ലിങ് നന്നായിട്ട് അമർത്തി കൊടുക്കുക. എന്നിട്ട് എല്ലാ ഭാഗവും എടുത്ത് നന്നായിട്ടൊന്ന് അമർത്തി യോജിപ്പിച്ചെടുക്കുകയാണ് ചെയ്യേണ്ടത്. ഒട്ടും ക്രാക്കൊന്നും ഇല്ലാതെ നന്നായിട്ട് സീൽ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. നമ്മളുടെ കൂട്ട് നല്ല സോഫ്റ്റ് ആയതുകൊണ്ട് തന്നെ ഇത് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല. ഇതുപോലെ നന്നായിട്ട് സീൽ ചെയ്തെടുത്തതിന് ശേഷം കയ്യിൽ വെച്ച് നന്നായിട്ട് തന്നെ ഒന്ന് ഉരുട്ടിയെടുക്കുക. ഈ ഒരു രീതിക്കാണ് ഇത് ഷേപ്പ് ചെയ്തെടുക്കുന്നത്. നന്നായിട്ട് തന്നെ ഒന്ന് കയ്യിൽ വെച്ച് ഉരുട്ടിയെടുക്കുക. ഇതേപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ളതൊക്കെ തയ്യാറാക്കിയെടുക്കാം. ഇതുപോലെ തയ്യാറാക്കി എടുത്തതിന് ശേഷം വീണ്ടും നമ്മൾ തേങ്ങയിലേക്ക് ഒന്നിട്ട് കൊടുക്കുന്നുണ്ട്. തേങ്ങ കൊണ്ട് ഒന്ന് കവർ ചെയ്തിട്ടാണ് ഈ ഒരു പലഹാരം നമ്മൾ ആവിയിൽ വെച്ച് വേവിക്കാൻ വേണ്ടി പോകുന്നത്. ഇതുപോലെ തേങ്ങ നന്നായിട്ടൊന്ന് അമർത്തി വെച്ച് കൊടുത്താൽ മതി. അത് പറ്റിപ്പിടിച്ച് നിൽക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ബുദ്ധിമുട്ടുണ്ടാകും. തേങ്ങയിൽ ആ ഒരു പറ്റൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ ഇത് കുറച്ച് സമയം കഴിയും ഇതുപോലെ പറ്റി വന്നോളും. കൈ ഉപയോഗിച്ച് ഒന്ന് നന്നായിട്ട് പ്രസ് ചെയ്ത് കൊടുത്താൽ അത് അവിടെ തന്നെ ഇരുന്നോളും. ഈ ഒരു രീതിക്കാണ് ഈ പലഹാരം സെറ്റ് ചെയ്തെടുക്കേണ്ടത്. ഇതേപോലെ തന്നെ എല്ലാം സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഏത് പാത്രത്തിലാണോ ആവി കയറ്റുന്നത് ആ ഒരു പാത്രത്തിൽ ഒന്ന് എണ്ണ തടവിയതിന് ശേഷം അതിലേക്ക് ഇത് സെറ്റ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ആവി കയറ്റാൻ വേണ്ടി വെക്കാം. സ്റ്റീമറിൽ വെള്ളം ഒഴിച്ച് നേരത്തെ വെള്ളം തിളക്കാൻ വേണ്ടി വെച്ചിരുന്നു. വെള്ളം നല്ലപോലെ തിളച്ച് വന്നതിന് ശേഷം ഈ ഒരു പാത്രം ഇതിലേക്ക് ഇറക്കി വെച്ച് കൊടുക്കാം. അതിനുശേഷം അടച്ച് വെച്ച് ഹൈ ഫ്ലെയിമിൽ തന്നെയാണ് ഞാനിത് കുക്ക് ചെയ്തെടുത്തിരിക്കുന്നത്. 15 മിനിറ്റ് നേരത്തേക്കാണ് നന്നായിട്ട് ആവി കയറ്റി എടുത്തിരിക്കുന്നത്. 15 മിനിറ്റൊക്കെ ആകുമ്പോഴേക്കും ഇത് നന്നായിട്ട് തന്നെ വെന്ത് വന്നോളും. ഇപ്പോൾ ദാ 15 മിനിറ്റ് ആയിട്ടുണ്ട്. നന്നായിട്ട് തന്നെ വെന്തൊക്കെ വന്നിട്ടുണ്ട്. ഇതിൻ്റെ ചൂടൊക്കെ ഒന്ന് ആറാൻ വേണ്ടിയിട്ട് നമുക്ക് പുറത്തെടുത്ത് വയ്ക്കാം. ചൂടൊരല്പം മാറി വന്നതിന് ശേഷം ഈ ഒരു പാത്രത്തിൽ നിന്നും മാറ്റാവുന്നതാണ്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ പലഹാരം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഉണ്ടാക്കിയിരിക്കുന്നത് ചിക്കൻ ഉണ്ടപ്പുട്ടാണ്. മലബാറിൻ്റെ സ്പെഷ്യൽ ആയിട്ടുള്ള ഈ ഒരു സ്നാക്ക് നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കൂ. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കവറിംഗ് ആണ്. ഉള്ളിൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ്റെ ഫില്ലിംഗ് ആണ് വെച്ച് കൊടുത്തിരിക്കുന്നത്. ട്രൈ ചെയ്ത് എന്തായാലും ഫീഡ്ബാക്സ് ഒക്കെ പറയാൻ വേണ്ടി മറക്കരുത്. വീണ്ടും ഒരു നല്ല റെസിപ്പിയുമായി വളരെ പെട്ടെന്ന് തന്നെ കാണാം.